പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ ഈ പ്രിപ്പറേഷൻ ഒന്ന് അഗ്രസീവായിട്ട് ഒന്ന് രീതി മാറ്റി കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നീറ്റ് പോലുള്ള JEE പോലുള്ള പല എക്സാമുകളും എഴുതാനും വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൻ്റെ കൂടെ തന്നെ അഗ്രസീവ് മാനറിൽ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോണത്. 5 കാര്യങ്ങൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അലോങ് വിത്ത് പബ്ലിക് എക്സാമിൻ്റെ പ്രിപ്പറേഷനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നീറ്റും അടിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നിങ്ങൾ NCERT ആണല്ലോ നമ്മുടെ സിലബസ്. ഈ NCERT വളരെ ഉള്ളറിഞ്ഞ് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവിടെ ഞാൻ എടുത്തു പറയുകയാണ്, NCERTയിലെ എക്സാമ്പിൾസ് ആയിട്ട് വന്ന എല്ലാ ക്വസ്റ്റ്യൻസും എന്ന് പറഞ്ഞാൽ NCERT എക്സാമ്പിൾസ് ആയിട്ട് തരുന്ന അവരെന്നെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും, ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും ഒക്കെ. ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് എങ്കിൽ NCERT എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ ഹൈഫൻ ഇട്ട് മറ്റൊരു കാര്യം പറയട്ടെ, ബയോളജി നിങ്ങൾ വേർഡ് ബൈ വേർഡ്, ഇഞ്ച് ബൈ ഇഞ്ച് നിങ്ങൾ എന്ത് ചെയ്യണം, വായിക്കാൻ വേണ്ടി തയ്യാറാവണം. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട്, ഇത് എന്നെ കേൾക്കുന്നത് പ്ലസ് വണ്ണിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈസിയായിട്ട് ടൈം വിശാലമായിട്ട്, അതായത് റിപ്പീറ്റും സൂപ്പർ റിപ്പീറ്റും ചെയ്യുന്ന കാലാവധി നിങ്ങളുടെ കയ്യിലുണ്ട്. നീണ്ട 2 വർഷം നിൽക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ അതോടൊപ്പം തന്നെ പബ്ലിക് എക്സാമിൽ നല്ല മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. NCERT മേക്ക് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് NCERT ആയിട്ട് അഭേദ്യമായൊരു ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ സാധാരണ സർക്കാർ എയ്ഡഡ്, സാധാരണ സെൽഫ് ഫിനാൻസ് ഏതെങ്കിലുമൊക്കെ ഒരു പബ്ലിക് എക്സാം സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ട് ഇങ്ങനത്തെ നീറ്റ് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് പേപ്പറുകൾ സോൾവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പേപ്പർ കാണുകയൊന്നും ചെയ്യാറില്ല. പല കുട്ടികളും നീറ്റ് എക്സാം ഹാളിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് ഒരു പേപ്പർ കാണുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതെന്തിനാണ്, ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ, എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, ഇതിൻ്റെ ഒരു ട്രിക്ക് ആൻഡ് അപ്രോച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ളത് കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മിനിമം ഒരു 10 വർഷത്തെ എങ്കിലും പേപ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം, വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അത് ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങളെ അപ്രോച്ച് മാറ്റാനും അതുപോലെ എവിടെയൊക്കെ പഠിക്കണം എന്നുള്ളതും നിങ്ങൾക്ക് കറക്റ്റ് പിച്ച് കിട്ടുമെന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോക്കസ് ഓൺ ഹൈ വെയിറ്റേജ് ഏരിയ. നമ്മൾ സാധാരണ പബ്ലിക് എക്സാമിൽ പഠിക്കുമ്പോഴും നമ്മളിത് നോക്കാറുണ്ടല്ലേ, അതായത് എവിടെയെങ്കിലും കയറിയിട്ട് പഠിക്കുക, എന്തെങ്കിലും കാണിച്ചു കൂട്ടലല്ലോ നമ്മൾ, മറിച്ച് വെയിറ്റേജ് നോക്കിയിട്ട് എവിടെ നിന്നാണ്. ഇപ്പം സാധാരണ ടീച്ചേഴ്സൊക്കെ പറയില്ലേ, ഇതെന്തായാലും പബ്ലിക് എക്സാമിന് വരും, ഇതെന്തായാലും ചോദിക്കും കേട്ടോ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇത് നീറ്റ് പോലുള്ള JEE പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടേക്കാണ് പ്രാധാന്യമുള്ള റിവൈസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ട ഏരിയകൾ അത് വിടാണ്ട് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംശയം ഉണ്ടാവും, എവിടേക്കാണ് സാറേ അങ്ങനത്തെ റീജിയൻസ്, എവിടേക്കാണ് അങ്ങനെ നമ്മൾ നോക്കേണ്ടത്, പഠിക്കേണ്ടത്. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ് ഏതൊക്കെ ഏരിയയാണ് ഞങ്ങൾ ബയോളജിയിൽ പ്ലസ് 1 ബയോളജിയിൽ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ ഏതൊക്കെ ഏരിയ ഞങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഫിസിക്സിൽ പ്ലസ് 1 പ്ലസ് 2 ആവട്ടെ ഫിസിക്സിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത് ഇത്യാദി. നിങ്ങൾക്ക് ആശങ്കകൾ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്, കമൻറ്റായിട്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതിനിധികൾ നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും. അപ്പോൾ മൂന്നാമത്തെ കാര്യം വെയിറ്റേജ് അറിഞ്ഞ് കുറിക്ക് കൊണ്ട് കൊടുക്കുക എന്ന് പറയില്ല, നമ്മൾ കുറിക്ക് കൊടുക്കുക, അതാണ് പറയുന്നത്. വെയിറ്റേജ് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ എന്നുള്ളതാണ്. നാലാമത്തത് സ്ട്രെങ്തൻ യുവർ വീക്ക് ഏരിയ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും വീക്കായിട്ടുള്ള ഭാഗങ്ങൾ അല്ലേ. പഠിക്കുന്ന സമയത്ത് ചിലപ്പം ചില ടീച്ചേഴ്സോ അല്ലെങ്കിൽ ചില നിങ്ങളുടെ നോക്കുന്ന സമയത്ത് ടഫായിട്ട് നമുക്ക് തോന്നിയ കുറേ ഭാഗങ്ങളുണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെക്കാനിക്സിനകത്ത് ചില ഏരിയകളിൽ ചിലപ്പം പ്രയാസം വരാം, അല്ലെങ്കിൽ വേറെ ചില ടോപ്പിക്കുകൾ പ്രയാസം വരാം. ഇങ്ങനെ നിങ്ങളുടെ വീക്കായിട്ടുള്ള ഏരിയകളെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പറയുന്ന സമയത്ത് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലൊക്കെ നമ്മൾ ചെയ്യാറുള്ളത് ചാപ്റ്റർ ഇൻ ദ വീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്ററിൽ ഒരു ഏരിയ തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെ വീക്കായിട്ടുള്ള ഏരിയകളെ നിങ്ങൾ കുറച്ചും കൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വിക്ക് റിവിഷൻ നോട്ടുകൾ വേണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ഭാഗമാണോ പഠിക്കുന്നത് ആ ഭാഗം നിങ്ങൾ വൃത്തിയായിട്ട് വളരെ പെട്ടെന്ന് റിവൈസബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്ന, വീണ്ടും മറിച്ച് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ നോട്ട്സിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എക്സാമിൻ്റെ ഒരാഴ്ചയോ അല്ലെങ്കിൽ എക്സാമിൻ്റെ 10 ദിവസമോ അല്ലെങ്കിൽ എക്സാമിൻ്റെ തൊട്ട് മുന്നോടിയായിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിനെ മറിച്ചിട്ടാൽ തന്നെ ടോപ്പിക്സിനെ റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അലോങ് വിത്ത് യുവർ പ്ലസ് 1 പ്ലസ് 2 പബ്ലിക് എക്സാം പ്രിപ്പറേഷൻ നിങ്ങൾക്ക് നീറ്റ് അടിച്ച് പൊളിയായി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്ത് കിടിലനായിട്ട് പഠിക്കാം.